വേനലവധി ആഘോഷിക്കാൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കൊല്ലം തെന്മല ഇക്കോ ടൂറിസവും ബോട്ടിങ്ങും എല്ലാം ഒരു പ്രത്യേക അനുഭവമാണ് നമുക്കിവിടെ സമ്മാനിക്കുന്നത്. ശെന്തുരുണിക്കാടുകളെല്ലാം തൊട്ടറിഞ്ഞൊരു യാത്ര ശരിക്കും ഒരു പ്രത്യേക ഒരു അനുഭവമാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് പകർന്നു നൽകുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ദേശാടന പക്ഷികൾ ധാരാളം വിരുന്നെത്തുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പക്ഷികളെ എല്ലാം നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കോൺക്രീറ്റിൽ ധാരാളം ദിനോസറുകളെ ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത് കാണാം. നമ്മൾ ഈ വനത്തിലൂടെ നടക്കുമ്പോൾ തന്നെ ധാരാളം ദിനോസറുകളെയാണ് നമുക്ക് കാണാനാവുക. ജുറാസിക് പാർക്ക് എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് ഈ ദിനോസറുകൾക്ക് വലിയൊരു സ്വീകാര്യത ഉണ്ടായത്. ആ സമയത്തെപ്പോഴോ ആകാം ഇതെല്ലാം നിർമ്മിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ വനത്തിലൂടെ ശുദ്ധവായു ശ്വസിച്ച് ഈ ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവമാണ് നമുക്ക് പകരുന്നത്. കാടിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ പോയിട്ട് ഡാമിന് സമീപത്തൂടെയുള്ളൊരു വഴിയിലൂടെയാണ് നമ്മൾ പുറത്തേക്ക് എത്തുന്നത്. ഇനി നമുക്ക് കളങ്കുന്നിലേക്കാണ് പോകേണ്ടത്. എന്ത് മനോഹരമായ സ്ഥലമല്ലേ! ശരിക്കും ഞങ്ങളെല്ലാം അതിശയിപ്പിച്ചു. സിനിമ ലൊക്കേഷൻ പോലെ തന്നെ തോന്നുന്നു. ഇത് കട്ടളപ്പാറ വ്യൂ പോയിൻ്റാണ്. ഫോറസ്റ്റിൻ്റെ പ്രത്യേകം പെർമിഷനിലൂടെ മാത്രമേ നമുക്കിവിടെ വരാൻ കഴിയൂ. എൻ്റെ പേര് സജു ടി എസ്. ഞാൻ ശെന്തുരുണി അസിസ്റ്റൻ്റ് വൈൽഡ് ലൈഫ് വാർഡനാണ്. ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ പ്രദേശവാസികളുടെ സഹായത്തോടുകൂടി ധാരാളം എക്കോ ടൂറിസം പരിപാടികൾ നടത്തുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ജംഗിൾ സവാരി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് ഒരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കളങ്കുന്ന് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ വിനോദസഞ്ചാരികൾക്ക് വന്ന് കാണാനും ഇവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനുള്ളൊരു അവസരമാണ് വനംവകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. തെന്മലയിൽ നിന്ന് വനംവകുപ്പിൻ്റെ വാഹനത്തിലാണ് ഇവിടെ വിനോദസഞ്ചാരികളെ എത്തിക്കുന്നത്. ആൾ ഒന്നിന് 75 രൂപ ടിക്കറ്റാണ് ഈടാക്കുന്നത്. ഇതുകൂടാതെ നമ്മൾ അരമണിക്കൂർ 1 മണിക്കൂർ ബോട്ടിങ് ഈ തടാകത്തിലൂടെ നടത്തുന്നുണ്ട്. അതുകൂടാതെ കുട്ടവഞ്ചി സവാരി ഉള്ള സംവിധാനം ഉണ്ട്. അതുകൂടാതെ വനത്തിൻ്റെ ഉൾഭാഗങ്ങളിൽ ക്യാമ്പ് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായിട്ട് ഒരു രാത്രി വനത്തിനുള്ളിൽ താമസിക്കാനുള്ള സൗകര്യമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. വനംവകുപ്പിലെ ആയുധധാരികളായ ഉദ്യോഗസ്ഥർ അവരുടെ സംരക്ഷണത്തിനായിട്ട് എല്ലായ്പ്പോഴും കൂടെ ഉണ്ടാവും. ട്രക്കിങ്ങിനുള്ള അവസരമുണ്ട്. 3 നേരം ഭക്ഷണവും ഈ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വനം വകുപ്പിൻ്റെ പ്രത്യേകം ടൂർ പാക്കേജിൽ വരുന്നവർക്ക് ഈ കാണുന്ന കോർട്ടേഴ്സിൽ അതിമനോഹരമായി തന്നെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ ഇവിടെയെല്ലാം ചുറ്റിയടിച്ച് കാണാനും ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നിരവധി ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പോയി കാണാനുള്ള അവസരമുണ്ട്. ഇതിപ്പോൾ ഫാമിലി വരുന്നതാണ്. നിരവധി ആൾക്കാരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വനം വകുപ്പ് ഈ സഞ്ചാരികളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൊല്ലം എന്ന് പറഞ്ഞാൽ കൊല്ലം കടപ്പുറം ബീച്ച് ഇതെല്ലാമായി കൊല്ലം ടൗണും അനുബന്ധ പ്രദേശങ്ങളുമെല്ലാം നല്ല ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. സാമ്പ്രാണിക്കുടി അടക്കം എല്ലാം ഭംഗിയുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ഈ കിഴക്കൻ മലയോര മേഖലയിലേക്ക് വരുമ്പോൾ അതിലും ദൃശ്യ മനോഹാരിതമായ ഒട്ടനവധിയായ സ്ഥലങ്ങൾ, തെന്മല ഇക്കോ ടൂറിസം പദ്ധതി, ശെന്തുരുണി വന്യജീവി സങ്കേതം തുടങ്ങി ഇവിടെയെല്ലാം കാഴ്ചകൾക്ക് ഹൃദ്യ അനുഭവമാണ്. ഒരാളെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കുടുംബമായോ അല്ലെങ്കിൽ ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ സംഘടനയോ സ്ഥാപനങ്ങളോ ഒക്കെ ആയി അവരെല്ലാം കൂടി ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ കണ്ട് തൃപ്തി അടഞ്ഞു പോകാനുള്ള സംവിധാനങ്ങൾ മുഴുവനുണ്ട്. തെന്മല ഡാം, അതിൻ്റെ പരിസരങ്ങൾ മുഴുവൻ ഡാമിൻ്റെ ഇത് കാണുമ്പോൾ തന്നെ നല്ല രസമാണ് സംഭവം. ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. അത് കഴിഞ്ഞിട്ട് അകത്തോട്ട് കടന്നു പോകുമ്പോൾ കോൺക്രീറ്റ് ദിനോസറുകളാണെങ്കിലും ഇത്ര മനോഹരമായിട്ടാണ് ഈ ഇക്കോ ടൂറിസം പദ്ധതി അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അതെല്ലാം കാണാനുള്ള മനോഹരമായ ദൃശ്യങ്ങൾ, ഈ ഒരു കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന എല്ലാ അനുഭവങ്ങളും നമുക്ക് ബോധ്യപ്പെടും. നല്ല കാതിന് ഇമ്പമുള്ള കാട്ടുജീവികളുടെ ശബ്ദങ്ങൾ, കൊച്ചു ജീവികളുടെ അടക്കം ശബ്ദങ്ങളൊക്കെ വന്ന് ശലഭങ്ങൾ ഇങ്ങനെ പറക്കുന്ന ഇതെല്ലാം കണ്ട് കാട്ടുപാതയാണ്. കാട്ടുപാത എന്ന് പറയുമ്പോൾ കോൺക്രീറ്റ് ഒന്നുമല്ല, ഈ പാറ അടുക്കിയ അതിൽ കൂടി ഞാൻ നടന്ന് എത്ര നടന്നാലും അങ്ങ് നമുക്ക് ക്ഷീണിച്ച്. നേരത്തെ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുന്നവർ നന്നായി ക്ഷീണിക്കും. അത്രത്തോളം ഉയർന്ന പ്രദേശമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം അടക്കമുള്ളിടത്തെല്ലാം വെള്ളം കയറും.
വെള്ളം കയറുമ്പം ഇത് കാണാനായി ഈ ടൂറിസ്റ്റുകൾ വരും. അവർക്കായി ടൂറിസം അതിനുവേണ്ടി കെട്ടിടം, വനം വകുപ്പിൻ്റെ തന്നെ കെട്ടിടം ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് താമസിക്കാനും ഭക്ഷണ സംവിധാനം മുഴുവൻ ഒരുക്കിയിട്ടുള്ള കെട്ടിടങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ എവിടെയോ ആണ് പണ്ടിലെ കൊട്ടാരം, ഒരു കൊട്ടാര പങ്കി വന്നായിരുന്നല്ലോ. വെള്ളം താന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊട്ടാരം പഴയ ബംഗ്ലാവ് കണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മനോഹര ദൃശ്യങ്ങൾ ഒരുപാട് തെന്മല ഇക്കോ ടൂറിസം മേഖലയിൽ ചെന്തുരുണി വന്യജീവി സങ്കേതവുമായി ബന്ധപ്പെട്ട് ഇവിടെ കാണാനുണ്ട്. പിന്നെ കാട്ടുജീവികൾ, കുരങ്ങുകൾ ഒട്ടനവധി. നമ്മൾ വരുന്ന വഴിക്ക് എല്ലാം കുരങ്ങുകൾ ഇങ്ങനെ നിരന്നിരുന്നിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അത് അടിച്ചുകൊണ്ട് പോകും. കുടിവെള്ളമായാലും അല്ലെങ്കിൽ കഴിക്കാൻ കൊണ്ടിരുന്നതാണെങ്കിലും അവരതൊന്നും നോക്കത്തില്ല, മൊത്തം തട്ടിക്കടിച്ചുകൊണ്ട് പോകും. പിന്നെ മറ്റ് കാട്ടുജീവികളുണ്ട്, ആനയൊക്കെ ഉണ്ട്. പക്ഷേ ആനയെ നമ്മൾ കണ്ടില്ലെങ്കിൽ കൂടി മറ്റ് ജീവികളെല്ലാം ഇവിടെ സജീവമാണ്. കൊല്ലം ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രവും ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം കേന്ദ്രവുമാണ് ഇവിടെ. അവധിക്കാലം ആഘോഷമാക്കാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത്. വനത്തിനുള്ളിലെ കാഴ്ചകൾ കാണാനും കളങ്കുന്ന് വ്യൂ പോയിൻറ്റിലേക്ക് എത്തിക്കാനും എല്ലാം വനം വകുപ്പിൻ്റെ വാഹനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായി നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. കൊല്ലം ജില്ലയിൽ തെന്മലയിലാണ് ഈ ഇക്കോ ടൂറിസം പ്രോജക്റ്റ് ഉള്ളത്. അങ്ങനെ നമ്മൾ മറ്റൊരു വ്യൂ പോയിൻറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഡാം സൈറ്റാണ്. ഇവിടെയാണ് ബോട്ടിങ്ങും കുട്ടവഞ്ചി സവാരിയും ഒക്കെ ഉള്ളത്. നിരവധി സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്ന ഒരു പ്രധാന സ്ഥലമാണ്. വൈകുന്നേരമാണ് ഞങ്ങൾ എത്തിയത്, അതായത് അല്പം വൈകിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് സഞ്ചാരികളെല്ലാം ഇപ്പോൾ തിരക്ക് അല്പം കുറവാണ്. പക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം ഒരു 3 മണി വരെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ്. തന്നെയല്ല ഇന്ന് ഇപ്പോൾ ഞങ്ങൾ എത്തിയ സമയത്ത് മഴ പെയ്യാനുള്ള സാധ്യതയും കൂടിയുണ്ട്. നല്ല മഴക്കാറൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ബോട്ടിങ് നടത്തണം. ഞങ്ങളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. ഇതാണ് ഈ കാണുന്ന ബോട്ട്. ഇവിടെ 3 ബോട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ ഒരു ബോട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം തന്നെ ആദ്യമേ ബോട്ടിനുള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമുക്ക് സമയം കളയുന്നില്ല, നേരെ ബോട്ടിലേക്ക് പോവാം. ലൈഫ് ജാക്കറ്റുകളൊക്കെ അണിഞ്ഞ് വളരെ സുരക്ഷിതമായിട്ടാണ് നമ്മുടെ യാത്ര. നല്ല മഴയാണ്. മഴ സമയത്തുള്ള ഒരു ബോട്ട് യാത്ര ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അതും തെന്മല ഡാമിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടൊരു യാത്ര. എന്തായാലും നമുക്ക് ആസ്വദിക്കാം. ബോട്ട് പതുക്കെ നീങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇനി നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കാൻ പോകുന്നത്. ഒരു മണിക്കൂർ ബോട്ടിങ്ങിനായി ചിലവഴിക്കുന്ന സഞ്ചാരികൾക്ക് വ്യത്യസ്ത കാഴ്ചയാണ് ഈ പക്ഷികൾ സമ്മാനിക്കുന്നത്. റിവർടൈൻ പക്ഷികളാണ്. ഡിസംബറിലെത്തിയ ദേശാടന പക്ഷികളാണിവർ. തെന്മല പരപ്പാർ ഡാമിലെ മത്സ്യങ്ങളെ കൊത്തിയെടുത്ത് ചിറകടിച്ചുയരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ആരും കണ്ടു നിന്നു പോകും. ചെന്തുരുണി ഇക്കോ ടൂറിസത്തിൻ്റെ കുട്ടവഞ്ചിയാണ് മറ്റൊരാകർഷണം. 4 പേർക്ക് യാത്ര ചെയ്യാവുന്ന കുട്ടവഞ്ചിയിൽ രാവിലെയും വൈകിട്ടുമാണ് സഞ്ചാരികളുടെ തിരക്ക്. പരപ്പാർ ഡാമിൻ്റെ ഭാഗമായ എർത്ത് ഡാമിനോട് ചേർന്ന സ്ഥലത്താണ് കുട്ടവഞ്ചി യാത്ര ഒരുക്കിയിരിക്കുന്നത്. ഒരാൾക്ക് 100 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് നിരക്ക്. അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര അവസാനിപ്പിച്ചു. കുട്ടവഞ്ചി സവാരി എല്ലാം കണ്ട് മടങ്ങുകയാണ്.
ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു നാടിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.